പീരീഡ് മിസ്സാകുമ്പോൾ പ്രഗ്നന്റ് ആണോ എന്ന് കൺഫേം ചെയ്യാനായിട്ട് വീട്ടിൽ നിന്ന് കാർഡ് ഇട്ട് യൂറിൻ ടെസ്റ്റ് ചെയ്യുന്നവരാവില്ല മിക്കവാറും. പക്ഷെ അതിൽ പറ്റുന്ന ഒരു മിസ്റ്റേക്ക് പറഞ്ഞിട്ടെ, ഇന്ന് ഒ പിയിൽ വന്നതാണ്. ഒരു പെൺകുട്ടി അവളുടെ അമ്മേനെയും കൊണ്ടിട്ടാണ് വന്നത്. പീരീഡ് മിസ്സായിട്ട് 5 ദിവസമായി, പ്രഗ്നൻസി പോസിറ്റീവ് ആണെന്ന് പറഞ്ഞു. ഞാൻ എപ്പോഴാണ് ടെസ്റ്റ് ചെയ്തത്? അപ്പോൾ ആ കുട്ടി പറഞ്ഞു 3 ഡേയ്സ് മുമ്പ് ആദ്യം തന്നെ ബ്ലഡ് ടെസ്റ്റാണ് ചെയ്തത്, അപ്പോൾ അത് നെഗറ്റീവ് ആയിരുന്നു. പക്ഷെ എന്തോ ഒരു വൈകിട്ട് വീണ്ടും വീട്ടിൽ നിന്ന് കിട്ടിട്ട് നോക്കിയപ്പോൾ അതിൽ ആദ്യം നെഗറ്റീവ് കിട്ടി, പിന്നെ പോസിറ്റീവ് കിട്ടിയെന്ന്. അപ്പോൾ ഞാൻ കൺഫ്യൂസ്ഡ് ആയി. ബ്ലഡ് ടെസ്റ്റ് പോലും നെഗറ്റീവായിട്ട് പിന്നെ എങ്ങനെ യൂറിൻ ടെസ്റ്റ് പോസിറ്റീവ് ആയി? അന്ന് തന്നെ അല്ല പോസിറ്റീവ് ആയത്, പിറ്റേ ദിവസമാണെന്ന്. ഞാൻ കരുതി പിറ്റേ ദിവസം റിപ്പീറ്റ് ചെയ്തതാണെന്ന്. അപ്പോൾ പറയാം അല്ല, തലേദിവസം ചെയ്ത കാർഡ് തന്നെ. അപ്പോൾ അതിൽ ഒരു വര ഉണ്ടായിരുന്നുള്ളൂ. പിറ്റേ ദിവസം ആ കാർഡ് എടുത്ത് നോക്കിയപ്പോൾ അതിൽ 2 വര കണ്ടുവന്നു. അതൊന്ന് കൺഫേം ചെയ്യാനായിട്ട് ഞാൻ ഇന്നലെ വീണ്ടും ടെസ്റ്റ് ചെയ്തു. വിത്തിൻ ഒരു അരമണിക്കൂറിൽ തന്നെ 2 ലൈൻ അത്ര സ്ട്രോങ് അല്ലെങ്കിൽ പോലും കിട്ടിയെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഫോട്ടോ കാണിച്ചു. ഞാൻ ആ കുട്ടിയുടെ അടുത്ത് പറഞ്ഞു, മോളെ ഇതിനൊന്നും ഒരു വാലിഡിറ്റിയും ഇല്ല, നമുക്ക് ഇവിടെ നിന്ന് ഒന്നുകൂടെ യൂറിൻ ടെസ്റ്റ് ചെയ്യാം. എന്നിട്ട് ചോദിച്ചു ബ്ലഡ് ടെസ്റ്റ് വേണോ? ഇന്നും ആദ്യം യൂറിൻ ചെയ്തിട്ട് വാന്ന് പറഞ്ഞു. യൂറിൻ ചെയ്ത് വന്നപ്പം ഞാൻ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ നെഗറ്റീവ് ആയിരുന്നു. അപ്പോൾ ഇതെന്താ മനസ്സിലാക്കണ്ടേ? ഇവിടുത്തെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, ഈ യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിന് റീഡ് ചെയ്യാനൊരു ടൈം പീരീഡ് ഉണ്ട്. യൂഷ്വലി നമ്മളതിൽ യൂറിൻ 2 ഡ്രോപ്സ് ഇട്ടിച്ച് കഴിയുമ്പോൾ അത് മൂവ് ചെയ്യുമ്പോൾ തന്നെ ചിലപ്പോൾ 2 ലൈൻ തെളിഞ്ഞു വരുന്നത് കാണാം. എന്നാൽ പോലും നമ്മൾ 3 to 5 മിനിറ്റ്സ് അവിടെ വെച്ചിട്ട് നമ്മൾ 5 മിനിറ്റ്സ് കഴിഞ്ഞിട്ടാണ് അത് റീഡ് ചെയ്യുന്നത്. അതാണ് അതിൻ്റെ റിസൾട്ട്. ചില കാർഡുകളിലൊക്കെ മാക്സിമം 10 മിനിറ്റ്സ് വരെ നോക്കാവുന്നുണ്ട്. അതിനപ്പുറം നിങ്ങൾ അവിടെ കാർഡ് വെച്ചിട്ട് കുറേ നേരം കഴിഞ്ഞിട്ട് അതിൽ പോസിറ്റീവ് കിട്ടി, പിറ്റേ ദിവസം പോസിറ്റീവ് കിട്ടി, ഇതിനൊന്നും ഒരു വാലിഡിറ്റിയും ഇല്ല. അതൊന്ന്. രണ്ടാമത്തത്, നമ്മൾ ഒറ്റയ്ക്ക് പ്രഗ്നന്റ് ആണോ എന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഒരു ആവശ്യമില്ല. യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റിന് മോർ ദാൻ 99% ഇഫക്റ്റീവ്നെസ് ഉണ്ട്. അതിന്റെ റിസൾട്ടിൽ എന്തെങ്കിലും സംശയം തോന്നിയാൽ, വീക്ക് പോസിറ്റീവോ അല്ലെങ്കിൽ ഇൻവാലിഡ് ആവോ മറ്റോ ചെയ്താൽ ഒരു കൺഫർമേഷന് വേണ്ടി മാത്രമാണ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നത്. അല്ലാതെ നേരെ തന്നെ കഷ്ടപ്പെട്ട് ബ്ലഡ് എടുത്ത് പൈസ ചിലവാക്കി ബ്ലഡ് ടെസ്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇനി യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റിന് യൂറിൻ എടുക്കുമ്പോൾ മോർണിംഗ് സാമ്പിൾ തന്നെ വേണോ? മോർണിംഗ് സാമ്പിളാണ് ഏറ്റവും അക്യുറേറ്റ് ആവുന്നത്. ബിക്കോസ് നമ്മൾ വെള്ളമൊന്നും കുടിക്കാതെ കുറേ നേരം ഇരുന്ന് നോക്കുന്നതാകുമ്പോൾ ഹോർമോൺ കോൺസെൻട്രേഷൻ ഉണ്ടാവും. അതുകൊണ്ട് ബെസ്റ്റ് ആണെന്ന് മാത്രമേ ഉള്ളൂ. എന്ന് വെച്ച് വേറൊരു സമയം ചെക്ക് ചെയ്യരുതെന്നോ അത് വാലിഡിറ്റി ഇല്ല എന്നോ അർത്ഥമില്ല. എപ്പോൾ വേണമെങ്കിലും ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതുമാണ്. അപ്പോൾ ഇനി തൊട്ട് വീട്ടിൽ വെച്ച് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇതൊക്കെ ഒന്ന് ഓർക്കുക. അറിയാത്തവർക്ക് ഷെയറും ചെയ്യാം.